വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. காப்பாத்துப்பா. அண்ணா அவன் வந்துட்டான். முடிச்சிருங்கடா இன்னைக்கு அவனை. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ആനക്കട്ടിയിലേക്കുള്ള വണ്ടിയാണല്ലോ. ചോരൊക്കെ കണ്ട് വീശിയെടുക്കണം കേട്ടാ. ആൾക്കാരൊക്കെ ആനന്ദത്തിൽ ആറാടണം. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോഴേക്ക് അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. ജോസഫ് ഏട്ടൻ ഇത് എന്ത് വർത്താനാണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടിയുള്ള കൗൺസിലറെ കാണാൻ പോയത്. ഇപ്പൊ ഇത് എന്റെ മാത്രം കുറ്റായ. അതല്ലട ഷവിയെ, ഇത് നോക്കിയേ, ഇനി 3 മിനിറ്റുള്ള വണ്ടി ഇടാൻ കേറിപ്പോയേ. എന്റെ പൊണ്യാളോ, ഇതിപ്പോ എന്ത് ചെയ്യും? ചേട്ടായി, ചേട്ടാ ഒരു നാരങ്ങ സോഡ. സതീശ, ജോസഫേട്ട ആനക്കട്ടിലേക്ക് ബസ് ഇറക്കി കേട്ടല്ലോ. ഫസ്റ്റ് ട്രിപ്പ് ഫ്രീ ആണെന്നും കേട്ടു. ഓ, അതിന്റെ പരിപാടിയാ നടക്കണേ. അത് ശരി. മുതലാളിമാർക്ക് എന്താവാൻ പാടുള്ളത്? ആനക്കട്ടിയിലേക്ക് വണ്ടി ഫ്രീ ആണോ? അതെ അതെ, പിന്നല്ലാണ്ട്. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. കട്ടി മനുഷ്യനവിടെ കട്ടി നീയാ? കട്ടി കറക്റ്റ് ടൈമിലാണ് നീ വന്നത്. ജോസഫേട്ട, ഉദ്ഘാടനം ചെയ്യാനുള്ള ആളെ കിട്ടി. ആ പീറ കൗൺസിലർ ആർക്ക് വേണം? ഇവനാണ് ആനക്കട്ടിയിലെ ആദ്യത്തെ ഡയറക്ടർ ആനന്ദ് ഭാഷ. ഞാനൊന്നും പറയട്ടെ. ഒന്നും പറയണ്ട. ജോസഫേട്ട, തേങ്ങയുടെ പൊട്ടിക്കടാ. പൊട്ടിക്ക്. വണ്ടിയൊക്കെ പുതിയ വന്നേ. നീ എന്ത് പരിപാടി കാണിച്ചു? എന്താടാ? ഞാൻ ആകെ തകർന്നിരിക്കുക. എന്റെ സിനിമ നിന്ന ഞാൻ മുങ്ങിയതാ ചെന്നൈന്ന്. ദൈവമേ, ജോസഫേട്ടന്റെ വണ്ടി നിൽക്കൂ. എടാ, ഞാൻ ആകെ പെട്ടിരിക്കുക. ആ ചെട്ടിയാരെ കയ്യിലെങ്ങാനും കിട്ടിയ അഴഞ്ഞ പൂട്ടും. എന്തുണ്ട്? അതൊക്കെ കൊറേ പറയാണ്ട്, ഞാൻ പറയാം. വണ്ടി എടുക്കാറേ, വാ വന്ന് കേറ്. അതെ, ഈ കാര്യം ആരോടും പറയണ്ട, വീട്ടിലടക്കം കേട്ടാ. ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാം കേട്ടാ. വാ, അപ്പൊ ശരി, നീ കേറ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ വണ്ടി പോട്ടെ. വിട്ടോ. വിട്ടോ. അങ്ങോട്ട് നോക്കിയാളോ. അതെന്താണ് അത്? നമ്മുടെ നാട്ടില് ഭാഷ വാടാ വാടാ. ரஜினிகாந்த் நடித்த பாஷா 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 உங்களுக்காக கொண்டாடுகிறேன். രജനീകാന്ത്
അനു നിന്റെ അച്ഛനെപ്പോഴും ഈ സിനിമയിൽ വരണേ? അമ്മേ അമ്മേ, അച്ഛൻ എപ്പോഴാ ഈ സിനിമയിൽ വരണേ? നോക്കിക്കൊണ്ടിരി. എടാ എന്റെ അച്ഛൻ ഇപ്പൊ വരും, നോക്കിയിരുന്നോ. ഹലോ ചെക്ക് ചെക്ക്. ഹലോ മൈക്ക് ചെക്ക്. വടക്കേപ്പാട്ടുകാരുടെ താലവും കൂടങ്കൂട്ടുകാരുടെ താലവും എത്തിയാലുടനെ കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരിക്കുന്നതാണ്. കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞാലുടനെ ഭാഷാ സിനിമയുടെ പ്രദർശനം ആരംഭിക്കുകയാണ്. 14ാമത്തെ വർഷവും ഭാഷാ സിനിമ നമുക്കായി സ്പോൺസർ ചെയ്യുന്നത് ക്ഷേത്രം മേൽശാന്തിയും ആനക്കട്ടി ബാങ്കിലെ ക്യാഷറുമായ കഴിഞ്ഞ 14 വർഷമായി ഭാഷ അമ്പലമുറ്റത്ത് കളിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്റെ അച്ഛനാണ്. അച്ഛൻ ഭാഷയിൽ അഭിനയിച്ചു എന്നാ പറയുന്നത്. വർഷത്തിലൊരിക്കൽ നാട്ടുകാർക്കൊപ്പം ഭാഷ കാണാൻ ഞാനും ഉണ്ടാവും. ഇത്രയും കാലം ഞാൻ അച്ഛനെ തിരഞ്ഞു, പക്ഷേ സിനിമയിലെവിടെയും അച്ഛനെ കണ്ടുകിട്ടിയില്ല. എങ്കിലും വർഷത്തിലൊരിക്കൽ ഭാഷ അമ്പലമുറ്റത്തുണ്ടാവും. ഇക്കാലം അത്രയും ഭാഷയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്കാണ് മാറ്റം ഉണ്ടായത്. പെണ്ണുകഥ കൂട്ടുമ്പോ വരും സിംഗോ സിംഗിളത വരും. എപ്പോഴും മാണിക്കോ എനിക്ക് ഒരു പേർക്ക് ഭാഷ മാണിക് ഭാഷ. വർക്കായില്ലേ? എടാ എന്തൊക്കെ പറഞ്ഞാലും ഈ വാനടിക്കണേക്കാളും കുളിരല്ലേ ഇവന്റെ ഈ ഭാഷക്ക്. നോക്കി രോമൊക്കെ നീറ്റ് വന്ന് നോക്കി. ഹായ് അനുവിന്റെ ഭാഷയും തേവരുടെ ഉത്സവം, ഇതിൽ നല്ല കോമ്പിനേഷന് വേറെയില്ല. നീ സൂപ്പറാണ്, അടിപൊളിയാണ്. നീയാ ഞങ്ങളുടെ ഭാഷ മാണിക് ഭാഷ. ഒരു ചികടപ്പൻ ചെറുകത്തിയല്ലോ. നമ്മുടെ ഭാഷ വിളിക്കാൻ ഷിബു കൊച്ചിന്ന് ആളിറക്കി. ഭാഷ വിളിക്കാനാ നമ്മളോടുള്ളപ്പോളാ. ഷിബു എത്ര കാശ് നിനക്കൊക്കെ? ഓഹോ വായിലാണല്ലേ. കൊന്നാലോടാ നമുക്ക്. അതൊന്നും വേണ്ട, നമുക്ക് മാറി ഭവാനിയിൽ ഒഴിക്കാൻ പറ്റും. എന്നിട്ട് വേണം പുഴ ചീത്തയാവാൻ. അതിനു മുമ്പേ അമ്മമാരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഇനി നിന്റെ വർത്താനൊക്കെ ഒന്ന് കേക്കട്ടടാ. ഏത് ബ്രാൻഡ് അടിക്കാൻ ചോദിക്കടാ? ചോദിച്ചത് കേട്ടടാ, ഏത് ബ്രാൻഡാണ് അടിക്കുന്നത് നിങ്ങള്? പറയണം. കുറ്റ ഏതാന്ന് മനസ്സിലായോ? ഏതാ? അവന്റെ മുഖം കണ്ടറിയാം. അപ്പൊ മോന് ടേസ്റ്റ് ഒക്കെ അറിയാലേ? പണ്ട് പെനാൽറ്റി വരുമ്പോ പിരിവിട്ട് വാങ്ങുന്നത് കൊച്ചിയിലൊന്നും ഇപ്പൊ സ്റ്റോക്കില് ബ്രോ. ബ്രോയാ? നീ എന്താ വിളിച്ചേ? ബ്രോന്ന്. അതെ, ഇവിടെ നിയമമുണ്ട്. തന്റെ ഒറ്റ കൂട്ടുകാരനെ വിളിക്കുന്നേ ബ്രോന്നും ഗ്രോന്നല്ല, കട്ടീന്നാ. കട്ടീന്ന് പറഞ്ഞ മനസ്സിലായോ? ഒരേ തുലാസ് തൂങ്ങുന്ന 2 കട്ടികൾ ഒരുമിച്ച് തൂങ്ങും. പറഞ്ഞു കൊടുക്കണ ചെറുക്കെ. മനസ്സിലായോ? ഒരുമിച്ച് തൂങ്ങണമെന്ന് കുടിക്കും. മനസ്സിലായോ? എന്താ നിന്റെ പേര്? ഞാൻ ഫ്രാങ്കോ കട്ടി, ഇത് ഗോമസ് കട്ടി, ഇത് സൈമൺ കട്ടി. എല്ലാടെ കട്ടി പഠിച്ചല്ലോ അല്ലേ? കട്ടീസ് പഠിക്കാതെ പിന്നെ